പ്രജീഷ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു വെരി മച്ച്. കുട്ടികളിൽ നിന്ന് വരുന്നു. ആർട്ടിസ്റ്റ് ആണെന്നറിയാം. അല്ലാണ്ട് എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു സീരിയല് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ കുറച്ച് പടത്തിലൊക്കെ അഭിനയിച്ചു. ഓൾറെഡി മിമിക്രി കലാകാരനാണ്. കുറെ വർഷങ്ങളായിട്ട് മിമിക്രി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മള് പരിപാടി നൈസായിട്ട് മുന്നോട്ടേക്ക് പോവല്ലേ? തുടങ്ങാം. വോയിസസ് ആണോ എടുക്കുന്നത്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കും. ആയിക്കോട്ടെ. ആദ്യം തന്നെ നമ്മുടെ ഇന്ദ്രജിത്ത് ഏട്ടന്റെ അദ്ദേഹം വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം ചെയ്ത സിനിമയായിരുന്നു റൺവേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഡയലോഗ് പ്രസന്റേഷൻ. സാറ് പറയും പോലെ വളരെ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോയിന്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുമായിരുന്നു സാർ. പാലക്കാട് ജില്ലയുടെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോയിന്റുകളിൽ ഒന്ന് സങ്കര പാഷ, വിസ്തീർണം 60.8 കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,200. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 126 പെറ്റി കേസുകൾ, 24 ക്രിമിനൽ കേസുകൾ. ഇതില്ലേ സാർ വാളയാർ പരമേശ്വരനും ഏട്ടനും തമ്മിൽ എന്താണോ ബന്ധം? അന്നത്തെ ഇന്ദ്രജിത്തിന്റെ വോയിസ് ഓക്കെയാണ്. അതുപോലെ നമ്മുടെ ഡാഡി ഗിരിജ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദം അത് ഡബ് ചെയ്തിരിക്കുന്ന മനോജേട്ടനാണ്, മറ്റേ ബീനാനി ചേച്ചിയുടെ ഭർത്താവ്. ബലരാമൻ, മുരുകന്റെ ശക്തി, സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് കുറവായി പോയല്ലോ ബലരാമ. നിന്നെ ഞാനങ്ങ് എടുക്കാം. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അവനുള്ള ക്ഷണക്കെത്താ നീ ദൂതൻ ദൈവനും. അതുപോലെ ഞാൻ ബഹുമാനപ്പെട്ട PC സാറിന്റെ ശബ്ദം തന്നെ ഇരിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ PC ചേർന്നേ. ഞാൻ ഇപ്പോഴും പൂജാരവിധ എപ്പല്ലേ? മനസ്സിലായില്ലേ? ഇവർ ഈ കിടന്ന് വളവളാതെ വർത്തമാനം പറയുന്നവരില്ലേ? കഴിഞ്ഞ ആഴ്ച ജയിലിൽ പിടിച്ചിട്ട് മനസ്സിലായില്ലേ? രാവിലെ ചപ്പാത്തി കടല, മനസ്സിലായില്ലേ? ഉച്ചക്ക് ഊട്, ഓംപ്ലേറ്റ്, ഉപ്പേരി ഒക്കെ, മനസ്സിലായില്ലേ? 4 മണിക്ക് ഒരു ചായ, ഒരു വട, ഒരു ചായ, പഴംപൊരി വട. ഇത് തതിലെ പുളിച്ച തെറിയാ വിളിച്ചു വരാം, മനസ്സിലായില്ലേ? വൈകുന്നേരം പൊറോട്ട ബീഫ് സൂപ്പർ, മനസ്സിലായില്ലേ? അതുപോലെ നമ്മുടെ ദുൽഖറിന്റെ ABCD എന്ന ചിത്രത്തിൽ അദ്ദേഹം അമേരിക്ക എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം കോളേജിൽ പട്ടിണി ഒക്കെ പരിവട്ടമൊക്കെ ആയി. അപ്പം ഇങ്ങനെ പുള്ളി സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ കുറേ ആൾക്കാർ അദ്ദേഹത്തെ ഒന്ന് കളിയാക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. പട്ടിണി അത് പഠിപ്പിക്കരുത് സർ. ബെഡ് കോഫി ഞങ്ങൾ കുടിക്കാറില്ല. ₹3 പുല്ലിപ്പൊടി ലില്ലി ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ₹8. ഉച്ചയ്ക്ക് ലഞ്ച് അത് നീതിക്കാൻ്റെ കഞ്ഞിൻ്റെ പയർ. ഈവനിങ് ഒരു ചായ, അത് സ്നാക്സ് ഇല്ല, സ്നാക്സ് കട്ട്. രാത്രി ഡിന്നർ അത് തട്ടുകടയിൽ നിന്ന് പൊറോട്ട ആൻഡ് ബീഫ്. പൊറോട്ട സ്ഥിരം കസ്റ്റമേഴ്സിന് ₹4, ബീഫ് ഗ്രേവി ഫ്രീ, പീസ് കിട്ടിയാൽ ലോട്ടറി. അങ്ങനെ പേടൊന്ന് അഞ്ച് പിടിച്ചാൽ ₹83. പട്ടിണി അത് പഠിപ്പിക്കരുത് സർ. നമ്മുടെ മജീഷ്യൻ മുതുകാട് സാറിന്റെ ശബ്ദം എനിക്ക് അതിലപ്പുറം അലക്സാണ്ടർ ഗേറ്റ് എന്ന മഹാനായ ചക്രവർത്തി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ സ്വപ്നം ഓരോ രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതായിരുന്നു. ഒരു രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറി അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അദ്ദേഹത്തെ കാണണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് 24 മണിക്കൂർ കുതിരപ്പുറത്ത് യാത്രയുടെ വരുമായിരുന്നു. പ്രജീഷ് ബ്രോ സൂപ്പറായിരുന്നു, ഗംഭീരമായിട്ട് ചെയ്തു. ഞാനിപ്പോ ഒരു ചെറിയ പണി തന്ന പ്രജീഷ് എന്നെ പറയും യെസ് എന്ന് പറയോ നോ എന്ന് പറയോ? എന്ത് പണിയാണ് ഉദ്ദേശിക്കുന്നത്? നോ എന്ന് പറയത്, യെസ് എന്നേ പറയാവുള്ളൂ. സംഭവം ഇത്രേ ഉള്ളൂ. കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളിവിടെ ഒരു ഡയലോഗ്, അത് ഒരു ഡയലോഗ് ഒക്കെ തരും. അപ്പൊ ആ ഡയലോഗ് പറയുന്ന വ്യക്തി അല്ലാതെ വേറൊരു ശബ്ദത്തിലായിരിക്കണം പ്രജീഷ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഹിയർ ദാറ്റ്. നിനക്കറിയില്ല നിന്റെ മാമന് കട്ടപ്പന ചന്തപിജിന്ന് നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച. ഈ സലീമേട്ടന്റെ ഡയലോഗ് പ്രജീഷ് പറയുന്നത് ജോസ് പ്രകാശ് സാറിന്റെ വോയിസിലാണ്. രണ്ട് എക്സ്ട്രീമാണ് കേട്ടോ. ഹലോ മിസ്റ്റർ, കട്ടപ്പന ചന്തപിടി നേരത്തെ 10 രൂപയ്ക്ക് വയറുപൊട്ടി ചാള മേടിച്ച് പോകുന്ന വഴിക്ക് അതിലോട്ട് കൊടുത്തിട്ട് ഓടിയ പൂച്ചെ 5 കിലോമീറ്റർ റോഡ് ചുറ്റു പിടിച്ച് മലത്തി അടിച്ച് തോക്കിന്റെ പാത്തി കേക്കിലിട്ട് അത് കക്കിച്ച് അതെടുത്തോണ്ട് പോയി കൊടമ്പുളിയിട്ട് വെച്ച് എന്റെ മുഖത്തിലേക്ക് കൊടുത്തോളാണ് എന്റെ മരങ്ങൂത്തി പുറം ബ്രാഹ്മൻ അഥവാ എന്റെ നാരി എളിയൻ ബ്ലഡി ഫുൾ. സൂപ്പർ നന്നായി. ഒന്ന് ഓണാക്കി വിട്ടപ്പോഴത്തേക്ക് എന്നെ അങ്ങ് കൊന്നു. സൂപ്പർ. അപ്പൊ എന്തായാലും മിക്കാം, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം യു സെൽഫ്. നല്ലായിരുന്നു. ഞാനിപ്പോ ഈ ഡയലോഗിൽ നിന്ന് തുടങ്ങാം. സിംഗിൾ ഷോട്ടിൽ എടുത്ത ഇതാണ് ഇത്. സലീമിന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയിലാണ് എൻ്റെ റൈറ്റേഴ്സ് വിപിനും വിഷ്ണുവൊക്കെ അത് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അവർ എഴുതുമ്പോൾ തന്നെ സലീമിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്ത
ഒരു സീനാണത്. ഇത് അത് ജോസ് പ്രകാശ് സാറ് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പോലും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടാണ്. താങ്ക് യു. അല്ല പിന്നെ ചെയ്ത സംഭവങ്ങളൊക്കെ വോയിസുകളെല്ലാം നല്ലായിരുന്നു. താങ്ക് യു. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഓക്കെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പക്രു ചേട്ടാ പ്രജീഷേ എന്തോ ഗംഭീരായി താങ്ക് യു. ചെയ്തതെല്ലാം വളരെ നന്നായി. അതുപോലെ തന്നെ നല്ലൊരു കലാകാരനാണെന്ന് ഈ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ടാണ് പ്രജീഷിൻ്റെ പെർഫോമൻസ് കാണുന്നത്. അപ്പോൾ എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ഇനിയും കൂടുതൽ ഗംഭീരമായ സംഭവങ്ങളുമായിട്ട് വരണം. ഇനിയും നമുക്ക് കാണണം. തീർച്ചയായിട്ടും കോമഡി മാസ്റ്റേഴ്സിന്റെ പേരിൽ തന്നെ വരട്ടെ, നമുക്ക് കാണാൻ തീർച്ചയായിട്ടും കഴിയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമൃതേച്ചി. പ്രജീഷ് അടിപൊളിയായിരുന്നു. Thank you, thank you. കേട്ടിരിക്കുമ്പോ ശരിക്കും അതേ ആളുകള് പ്രത്യേകിച്ച് മുതുകാട് സാറിന്റെ ഒക്കെ ഉണ്ടല്ലോ, പൊള്ളിയായിരുന്നു, അടിപൊളിയായിരുന്നു, മൊത്തത്തില് കളറായിരുന്നു, അടിപൊളി. താങ്ക് യു.